ഇവിടെ ആരെയും കാണുന്നില്ല. അവൻ ഇതിനകത്തും കാണുന്നില്ല. നീ ഇത് എവിടെ പോയി കിടക്കുക? ഇതിനകം നമ്മൾ ഒരുപാട് ദൂരം വന്നു കഴിഞ്ഞു. നീ എവിടെയാണ്? എവിടെ പോയി കിടക്കുന്നെന്ന് പറ. സാസ്കേ, നീ എവിടെയാണ്? സാസ്കേ! സാക്കുറ, സുക്കേ, സാസ്കേ, നരുട്ടോ, നിനക്കതിനെ കുറിച്ചൊക്കെ എന്തറിയാം? എങ്ങനെ മനസ്സിലാവും? കാരണം ഒരു കുടുംബം എന്താന്ന് പോലും നിനക്കറിയില്ലല്ലോ. തുടക്കം മുതലേ നീ എന്ന് നിന്റെ കാര്യം മാത്രമല്ലേ നോക്കാറുള്ളൂ. പിന്നെ ഇപ്പൊ മാത്രം നിനക്കതിനെ കുറിച്ച് എങ്ങനെ അറിയാനാ? അതിന്റെ എല്ലാം വില അറിയുന്നത് കൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത്. എന്നും നേട്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനാ നീ. അങ്ങനെയുള്ള നിനക്ക് നഷ്ടങ്ങളെ കുറിച്ച് എങ്ങനെ മനസ്സിലാവാനാ? അത് ശരിയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതിന് ബന്ധങ്ങൾ ഉണ്ടാവുക തന്നെ വേണം. അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ എന്തിനാണ് നരുട്ടോ? എന്തിനാണ് ഇത്രയും ദൂരത്തേക്ക് എനിക്ക് വേണ്ടി പോകുന്നത്? കാരണം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതാണ് എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന ബന്ധം. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, നിന്നെ തടയാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ പറഞ്ഞെല്ലാം സത്യമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബന്ധം തകർക്കേണ്ടി വരുമെന്ന് നീ ഓർത്തോ? എങ്കിൽ ആ ദിവസം നിനക്ക് എന്നെ കൊല്ലേണ്ടി വരും. അല്ലാതെ നിനക്ക് ഈ ബന്ധം തകർക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. സാസ്കേ! കാരണം വളരെ ലളിതമാണ്. എനിക്കിത് തകർക്കാൻ കഴിയില്ലെന്ന് വിചാരിക്കരുത് നരുട്ടോ. എന്നെ പോലെ തന്നെ മാംഗിക്കോ ഷെറിഗാൻ ഉപയോഗിക്കാൻ അറിയാവുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരിക്കാം നീ. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്. നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ജീവൻ എടുക്കണം. നീ അവനെ കൊല്ലണം. അവന്റെ ആജ്ഞാനുവർത്തിയായി പുറകെ നടന്ന് അധികാരം നേടിയെടുക്കുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് മനസ്സില്ല. മറ്റൊന്നിനും വേണ്ടിയല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടിയാണ് നിന്റെ ജീവിതം ഇവിടെ പണയം വെച്ചത്. അവനത് എങ്ങനെ ചെയ്തു? നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ദിവസം ഹൊക്കാഗെ ആവാന്നുള്ളത് നിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നില്ലേ?
എന്റെ പുറകെ നടന്ന് ചെലവഴിച്ച സമയമൊക്കെ നീ ട്രെയിനിങ്ങിന് ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ നാരുട്ടോ? എന്തായാലും ഇപ്പോ ഞാൻ തുടങ്ങി വെച്ചതൊക്കെ ഞാൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ലെങ്കിൽ എനിക്കെങ്ങനെ ഹൊക്കാകെ ആകാൻ സാധിക്കും? എനിക്കെന്റെ ഒരു ഫ്രണ്ടിനെ പോലും രക്ഷിക്കാൻ സാധിച്ചില്ല. ശരിയല്ലേ സാസ്കെ? സാസുകെ! നാരുട്ടോ, മുന്നോട്ട് വരൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. നമ്മുടെ ശക്തി എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്ക്. എന്തു പറ്റി? എന്തിനാണ് നീ മടിക്കുന്നതെന്ന് ധൈര്യമായിട്ട് പറയൂ. നിനക്കെന്റെ ശക്തി വേണമായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നീ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നത്? അതിപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? പക്ഷെ എന്നെ കൂടാതെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതുപോലെ ആ സീൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യൂ. പറഞ്ഞതുപോലെ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ശക്തി നിനക്ക് പകർന്നു തരാം. പക്ഷെ നീ എങ്ങനെ? എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് എല്ലാ ശക്തിയും വരുന്നത്. കൊള്ളാം. നിനക്കുള്ളിൽ ഇങ്ങനെയൊക്കെ ചിലതുണ്ടെന്ന് ഞാൻ ഊഹിച്ചിരുന്നില്ല. അങ്ങനെയാണല്ലേ? അപ്പോൾ നീ ഉച്ചയായിൽപ്പെട്ട ഒരാളാണ്. നിന്റെ പ്രായത്തേക്കാൾ കൂടിയ കഴിവാണ് നിനക്കുള്ളത്. ആ ശക്തി ഉപയോഗിച്ച് നീ എന്നെയും നെറൂട്ടയും മനസ്സിലാക്കിയത് ഞാൻ സമ്മതിച്ചു തരുന്നു. ആ ശക്തി വെറുക്കപ്പെടുന്ന ഷാരിങ്കാന്റേതാണ്. അതാണ് ശപിക്കപ്പെട്ട നിന്റെ കുലത്തിന്റെ യഥാർത്ഥ ശക്തി. ഞാൻ സമ്മതിക്കുന്നു. അല്ലെങ്കിൽ നീ ഒരു ശരിങ്ങനെ നേരിടുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കില്ലല്ലോ. അപ്പോൾ നീയാണ് 9 ടൈൽസ് അല്ലേ? നിന്റെ ആ കണ്ടെത്തൽ, പിന്നെ എനിക്കുള്ളതിനേക്കാൾ മോശമായ ചക്ര, ഇതെല്ലാം ഇവിടെ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. നീ തുടച്ചു നീക്കപ്പെടാൻ പോകുന്നു. ഇവനെ പറ്റി ഞാൻ കേട്ടിട്ടേയില്ല. ഞാൻ അല്പം കൂടി ശ്രദ്ധിക്കണമായിരുന്നു. നോക്ക്, നീ അത് കണ്ടോ? ഇവിടെ എല്ലാം ക്ലിയർ ആണല്ലോ. ടാർഗറ്റ് കണ്ടെത്തിയിരിക്കുന്നു. അയ്യോ, അത് ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അതിനെ തടയാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. നമ്മളിത് എവിടെയാ വന്ന് പെട്ടത്? അയ്യോ, നിങ്ങൾ എന്തോന്നാ ഈ ചെയ്യുന്നത്? അങ്ങോട്ട് പോവല്ലേ? ആരവിടെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വഴി പോവരുത്. ഇതുവഴിയാ. എല്ലാം നശിപ്പിച്ചു. എന്താ ഈ ചെയ്യുന്നേ? ഞാൻ വേഗം രക്ഷപ്പെടാൻ നോക്കുന്നേ ഉള്ളൂ. അയ്യോ, വഴിന്ന് മാറ്. അയ്യോ, അമ്മേ. അയ്യോ, സോറി ചേട്ടാ. എടാ നരുട്ടോ, ഇവനൊക്കെ എങ്ങനെ നന്നാവാനാ? കോനാമാരു,
Toonworld for all.me. കോനഹമാരു, നമുക്ക് നമ്മുടെ ടാർഗറ്റിനെ കിട്ടിയിട്ടുണ്ട്. വേഗാവട്ടെ, അല്ലെങ്കിൽ അത് ഇവിടുന്ന് രക്ഷപ്പെടും. ഒരു കുഴപ്പമില്ല. എന്ത് മണ്ടത്തരായി കാണിക്കുന്നേ? അവസാനം നിന്നെ കിട്ടിയടാ കള്ള പൂച്ചേ. അങ്ങനെ ആ കള്ളനെ പിടികിട്ടി. കോണഹമാരോടാണ് കളി. നീ അത് കണ്ടോ? വലത്തേ ചെവിയിൽ ഒരു റിബൺ ഉണ്ട്. അപ്പൊ പിന്നെ സംശയിക്കാനൊന്നുമില്ല. അങ്ങനെ ഒരു മിഷൻ കൂടി കംപ്ലീറ്റ് ആയി. ഈശ്വരന് നന്ദി, എന്റെ കുഞ്ഞു ഡോറയെ കിട്ടിയല്ലോ. നിനക്കെന്തേലും പറ്റിയിരിക്കുമെന്ന് ഞാൻ പേടിച്ചു. ഇതുപോലൊരു ചാക്കുകെട്ടാണ് അവന്റെ യജമാനത്തിയെങ്കിൽ അവൻ ഓടിയതിൽ ഒരു അത്ഭുതവും ഇല്ല. ഒന്ന് ചുമ്മാ ഇരിക്കെ കോണാമാരു. വളരെ നന്ദി. ഇതാ നിങ്ങളുടെ ഫീസ്. എന്നാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, അല്ലേ മോനെ? പൂച്ചയെ കാണുന്നില്ല എന്ന് പറഞ്ഞ ചീള് കേസിന് വേണ്ടി എത്ര സമയം നിങ്ങൾ കളഞ്ഞെന്നറിയോ? ശരിയാണ്, പക്ഷെ സെൻസി ആ പൂച്ചയ്ക്ക് ഒടുക്കത്തെ സ്പീഡായിരുന്നു. മിന്നല് പോലെ അത് പായുന്നത്. എനിക്കിതൊന്നും കേൾക്കണ്ട. ഇങ്ങനത്തെ കേസിന് ചുരുങ്ങിയ സമയമേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാതെ ഞങ്ങളുടെ കുറെ സമയമാണ് നിങ്ങൾ പാഴാക്കിയത്. നിങ്ങൾക്ക് ഇനി ട്രെയിനിങ് ആവശ്യമുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണമെന്നാണോ പറയുന്നേ? മാത്രമല്ല സെൻസേ, നിങ്ങൾക്ക് എന്നെ പറ്റി നല്ലതൊന്നും പറയാനില്ലേ? അല്ലെങ്കിലും ഈ കേസ് അത്ര എളുപ്പമൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ മൂന്നുപേരും ഇതുവരെ ജനറൽ ലെവൽ വരെ എത്തിയിട്ടുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് വലിയ മിഷനിലേക്കൊക്കെ പോവാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഡി റാങ്കേ തരാൻ പറ്റൂ. ഇങ്ങനെ തരം താഴ്ത്തി പറയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തായാലും നിങ്ങൾ 7th ഹൊക്കാഗെയല്ലേ നോക്കിയിരിക്കുന്നത്? 7th അപ്പൊ 6th കാര്യം എന്തായി? അതൊക്കെ റെഡിയായി കഴിഞ്ഞു. നരുട്ടോ അതിനു വേണ്ടിയല്ലേ പോയിരിക്കുന്നത്. അല്ല, നരുട്ടോന്റെ കാര്യമല്ലേ പറഞ്ഞത്? അവനിപ്പോ എവിടെയാണെന്ന് പോലും അറിയില്ല. തിരിച്ചു വരുമ്പോ അവൻ ഒരു സൂപ്പർ ഷിനോബി ആയിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവനെ ഞാൻ 100% വിശ്വസിക്കുന്നു. 7th ഹൊക്കാഗെ മിക്കവാറും ഒരു സെക്കൻഡ് നരുട്ടോ തന്നെ ആയിരിക്കും. നറുട്ടോ, നീ എല്ലാം ശരിയാക്കിയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും സാരമില്ല. ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് സാസ്കിയെ തിരിച്ചു കൊണ്ടുവരും. ഈ വാക്കുകളൊക്കെ സത്യത്തിൽ അവൻ പറഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. ഉടനെ തന്നെ മാസ്റ്റർ ജിറയോടൊപ്പം പോവുകയും ചെയ്തു. ശരിയാണ്, പക്ഷേ ഇപ്പോഴവൻ തിരിച്ചു വരാനുള്ള സമയമാണെന്നാ തോന്നുന്നത്. ലീഫ് വില്ലേജിന് അവനെ ആവശ്യമുണ്ട്. അവൻ നമ്മളെ വിട്ട് ഒരുപാട് ദൂരെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അത് കണ്ടോ? അയാളെ നമ്മൾ ഉദ്ദേശിച്ച കക്ഷിയല്ലേ? അതെ, അതിലൊരു സംശയം വേണ്ട. ഹേയ് സക്കുറ. കൊനഹമാരു, അല്ല, എങ്ങോട്ടായി പോകുന്നത്? മെയിൻ ഗേറ്റിലേക്ക്. രാവിലത്തെ പെഡസ്ട്രിയൽ ലെഡ്ജർ സുനാഡെ മാഡം വേണമെന്ന് പറഞ്ഞിരുന്നു. അതെടുക്കാൻ വേണ്ടി പോവാ. എന്താ, നീ വരുന്നോ? ഇവിടുന്ന് പോയിട്ട് ശരിക്കും 2.5 വർഷമായല്ലേ? അതങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ആ പൂച്ച നട്സൊക്കെ അകത്ത് കയറി എന്റെ മുഖമൊക്കെ ആകെ മാന്തി പറിച്ചു. ആഹാ, അത് കൊള്ളാലോ. ശരിക്കും നല്ലൊരു പണിയായി പോയി. അല്ല, അതിരിക്കട്ടെ, നരുട്ടോ പറ്റി വല്ല വിവരമുണ്ടോ? എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഇല്ല, ഒരു വിവരവുമില്ല. ഓ അതെയോ? പക്ഷെ ഒട്ടും വൈകാതെ തന്നെ അവൻ ഇങ്ങോട്ട് വരാതിരിക്കില്ല. ഹേയ് ഇസുമോ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ആ, ഇതാരൊക്കെയത്? അല്ല, നിങ്ങൾ വിവരം അറിഞ്ഞില്ലേ? ടൗണിൽ ചിലരൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് എന്തിനെ പറ്റിയായി പറയുന്നേ? അതാരാ അത്? നിനക്ക് ആവേശം ഇപ്പോഴിത്തിരി കൂടുതലാ. ഞാനിതാ തിരിച്ചെത്തി. ഈ ഗ്രാമത്തിന് ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. ഞാൻ എത്തി.
നരുട്ടോ ഉസുമാക്കി എത്തിയിരിക്കുന്നു. ലീഫ് വില്ലേജിൽ വീണ്ടും കാലുകുത്തി. ഹാവൂ, വല്ലാത്തൊരു നൊസ്റ്റാലജിയാണ് ഫീൽ ചെയ്യുന്നത്. കൊള്ളാലോ, സുനാടെ മുത്തശ്ശിയുടെ മുഖം ഇവിടെ കൂട്ടിച്ചേർത്തല്ലോ. ഇത് അവനല്ലേ? അവനെ പോലെ തന്നെ ഉണ്ടല്ലോ. നരുട്ടോ, നരുട്ടോ നിന്നോടാ. നരുട്ടോ, നീ എപ്പോഴാ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയേ? ഞാനിതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. സക്കുറ, എത്ര കാലമായി നിന്നെ കണ്ടിട്ട്. അല്ല, ഇതെന്താ? ഒന്ന് പോയി വന്നപ്പോഴേക്കും നിനക്ക് എന്നെക്കാൾ ഉയരം കിട്ടിയോ? കിട്ടിക്കാണും. എന്താണിത്? അവൻ പോയതുപോലെയല്ല, എന്നെക്കാളും ഉയരമുണ്ട് ഇപ്പൊ അവന്. ശരി, അല്ല, ഞാനിപ്പോ വലിയൊരു സ്ത്രീ ആയതുപോലെ തോന്നുന്നില്ലേ? നീ എന്താ തമാശ പറയാ? സക്കുറ, നിനക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ ചെറുക്കന്റെ ഒരു കാര്യം, ലോകത്ത് ഇതിനേക്കാളും മറവിയുള്ള വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഹേയ് നരുട്ടോ. Sexy jutsu. എങ്ങനെയുണ്ട്? ഈ വക വിദ്യകളിലും ഞാനത്ര മോശമൊന്നും അല്ല. കൊനഹമരു, നീ എന്താ കരുതിയേ ഞാൻ ആ പഴയ കുട്ടിയാണെന്നോ? നിന്നോടൊപ്പം കളിച്ചു നടന്ന ചെറിയ കുട്ടിയൊന്നുമല്ല ഞാനിപ്പോ. അതുകൊണ്ട് ഇതൊന്നും വേണ്ടട്ടോ. അപ്പൊ കരുതിയതുപോലെയല്ല, ഇവന്റെ ശരീരം മാത്രമല്ല വളർന്നിരിക്കുന്നത്. പഴയ നരുട്ടോയെ മിസ് ചെയ്യുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ നീ സുന്ദരനായി, അതറിയാമോ? നീ വല്ലാതെ മാറിപ്പോയി. പണ്ടുള്ളതിനേക്കാളും കൂടുതൽ വലിയ വലിയ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റും. എന്താ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഞാനേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഴയ കുട്ടിയൊന്നുമില്ല. ഞാൻ വലിയൊരാളായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കണ്ട വട്ടുപിടിച്ച് തിരിച്ചു വന്നതാണെന്നേ തോന്നു. എല്ലാവർക്കും മനസ്സിലായോ? നീ എന്നെ കളിയാക്കാണോ നരുട്ടോ? നിനക്ക് എന്താണ് പറ്റിയത്? തലയ്ക്ക് വല്ല കിറുക്കുണ്ടോ? 2 വർഷമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്, എന്നിട്ട് കാണുമ്പോ ഇങ്ങനെ പെരുമാറാ? നിന്നോട് ചോദിക്കുന്നേ. ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ ബാക്കിയുള്ളവരുടെ ഫീലിംഗ് എന്താണെന്ന് ആലോചിക്കട്ടെ. അത് നിനക്ക് മനസ്സിലാവും. പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തിയും ആവേശവും ഒക്കെ കാണുന്നുണ്ട്. നീ ഒരു സുനാടെ ജൂനിയറായി മാറിയിരിക്കുന്നു. അയ്യോ, ഈ സക്കുറയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. മറിച്ച് ഇവള് മുമ്പത്തെക്കാളും മോശമായിരിക്കാണല്ലോ. എന്താ? നീ ഇപ്പൊ വല്ലതും പറഞ്ഞായിരുന്നോ? കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ട്രെയിനിങ് ഒക്കെ നന്നായി നടന്നിരിക്കുമെന്ന് കരുതട്ടെ. ഞങ്ങള് കൃത്യമായ റിസൾട്ട് ഇല്ലാതെയാണ് വന്നത് എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ഭംഗിയായിട്ട് നടന്നു മുത്തശ്ശി. അങ്ങനെ കേട്ടതിൽ സന്തോഷം. നീ എന്തൊക്കെയാ പഠിച്ചത്? എന്തൊക്കെയാന്ന് ചോദിച്ചാ, നിനക്കൊരാളെ നേരിടാനുണ്ട്. കുറച്ച് ദിവസങ്ങളായി അയാളെ എല്ലാ മിഷനിൽ നിന്നും ഞാൻ മാറ്റി നിർത്തിയിരിക്കുക. ഇനി അതിനുള്ള സമയമാണ്. നിന്റെ എതിരാളി അകത്തേക്ക് വരൂ. ആ